ഈ പ്രിയങ്ക ഗാന്ധി വല്ല ഫാൻസി ഡ്രസ്സിന് മത്സരിക്കുകയാണോ? ഒരു പാർലമെന്റ് അംഗമാണ് എന്നൊരു ഗൗരവം അവരെന്തുകൊണ്ടാണ് ഈ കാണിക്കാത്തത്? അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും രാജ്യസ്നേഹവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ വേണം. അതില്ലാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കാണിച്ചത്, അതെ, പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലസ്തീൻ സഞ്ചിയും തൂക്കി അവിടെ വന്നു. അത് വലിയ വിവാദമായി വലിയ വിമർശനം ഉയർന്നപ്പോൾ ഇന്നിതാ അവർ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക്, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വേറൊരു ബാഗും കൊണ്ട് ഇന്ന് വന്നിരിക്കുന്നു. ഇത് ബാലൻസ് ചെയ്യാണ് അല്ലേ? നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് അതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു, അത് പ്രിയങ്ക മറന്നു. അതെ, അതാണ് അവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം. പല മാധ്യമപ്രവർത്തകരും വിട്ടുപോയതും അതാണ്. വളരെ അപൂർവം ചില ആൾക്കാർ, നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള, അദ്ദേഹത്തെ പോലെയുള്ള ചില മാധ്യമപ്രവർത്തകർ മാത്രമാണ് അത് ചൂണ്ടിക്കാണിച്ചത്. ഇന്നലത്തെ വിഷയത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ അല്ലേ? ഡിസംബർ 16 ബംഗ്ലാദേശ് വിമോചനം യാഥാർത്ഥ്യമായ ദിവസമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏതാണ്ട് 100,000-ഓളം പട്ടാളക്കാർ, കൃത്യമായിട്ട് പറഞ്ഞാൽ 93,000 പാക് പട്ടാളക്കാർ ആയുധം വെച്ച് കീഴടങ്ങി അവരുടെ സൈനിക തലവൻ ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ, ഇന്ത്യൻ സൈനിക തലവന് മുന്നിൽ തൻ്റെ സർവീസ് റിവോൾവർ ഊരി മേശപ്പുറത്ത് വെച്ച് കീഴടങ്ങിയ ദിവസം. ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഒരു കീഴടങ്ങൽ ഇതിലായിരിക്കും ഏറ്റവും. ഇതിനപ്പുറത്തേക്ക് വേറെ ലോകത്ത് അതിനുശേഷമോ രണ്ടാം ലോക മഹായുദ്ധത്തിനും ഈ ബംഗ്ലാദേശ് യുദ്ധത്തിനും ഇടയ്ക്കോ അതിനുശേഷമോ ഇങ്ങനൊരു കീഴടങ്ങൽ വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസം ഇന്നലെ പാർലമെൻറ്റിൽ രാജ്നാഥ് സിംഗ് ഒക്കെ ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് പ്രസംഗിച്ചിരുന്നു അല്ലേ? ഭരണഘടന സംബന്ധമായ വിഷയങ്ങളും മറ്റുമൊക്കെ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ അവരിതൊക്കെ ചൂണ്ടിക്കാണിച്ചു. അവർക്കിതിൻ്റെ പ്രാധാന്യം അറിയാം. പക്ഷേ പ്രിയങ്കയ്ക്കും രാഹുലിനും ഇത് അറിഞ്ഞുകൂടാ. എന്ത് ചെയ്യാൻ? ഒരക്ഷരം ഇതിനെക്കുറിച്ച് ഈ രണ്ടുപേരും പറയുന്നത് കേട്ടില്ല. കോൺഗ്രസ് ഒന്നും അല്ലെങ്കിൽ അവരുടെ അമ്മുമ്മ ഭരിച്ചിരുന്നപ്പോഴല്ലേ ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അതായത് ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുക ആർക്കാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഏറ്റവും കൂടുതൽ അവകാശപ്പെടാൻ എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ ചെയ്തു, എൻ്റെ അമ്മൂമ്മ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ ഒരാൾക്ക് അവസരം കിട്ടുകയല്ലേ? അതുപോലും കളഞ്ഞു കുളിച്ച മണ്ട ശിരോമണികളാണ് ഈ രണ്ടുപേരും. യഥാർത്ഥത്തിൽ ഇസ്ലാമാബാദിൽ നിന്ന് ബംഗ്ലാദേശിനെ, അതായത് ഈസ്റ്റ് പാകിസ്ഥാനെ പ്രത്യേക ഒരു രാജ്യമായി ബംഗ്ലാദേശായി പ്രഖ്യാപിച്ച ഒരു ദിനമാണ് 1970. അതെ, കറാച്ചിയുടെയും ഇസ്ലാമാബാദിൻ്റെയും ഒക്കെ പിടിയിൽ നിന്ന്, അങ്ങനെയാണ് പറയേണ്ടത്, അവരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ബംഗ്ലാദേശിനെ ഇന്ത്യ മോചിപ്പിച്ചു. അതിനെ ഇന്ത്യൻ പട്ടാളക്കാർ തന്നെ വലിയ രീതിയിൽ വിജയ് ദിവസ് ആയിട്ടാണ് അത് ആഘോഷിക്കുന്നത്. നമ്മൾ വലിയ, അതായത് സേനയ്ക്കുള്ളിൽ വലിയ ആഘോഷമാണത്. നമുക്കൊന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ലോകത്ത് ഏതാണ്ട് 100,000-ഓളം പട്ടാളക്കാർ ആയുധം വെച്ച് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ സമാധാനപരമായിട്ട് യുദ്ധം നടന്നു. നമുക്ക് 10,000-ഓളം പട്ടാളക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടു. അവർ വീരചരമം പ്രാപിച്ചു. യുദ്ധത്തിൽ അവർക്ക് ബലിദാനികളാകേണ്ടി വന്നു. ഒക്കെ ശരിയാണ്. പക്ഷേ കൂട്ടപ്പലായനം ലക്ഷങ്ങളല്ല കോടികളുടെ അഭയാർത്ഥി പ്രവാഹമായിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് അന്നുണ്ടായത്. അത് സഹിക്കാൻ വയ്യാതെ അവസാനം നമ്മൾ അത് തടയാനും അവരെ പുനരധിവസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആയുധമെടുത്തത്. പക്ഷെ ഒരു കഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ആയുധമെടുത്ത നമ്മൾക്കെതിരെ ഇപ്പം ബംഗ്ലാദേശ് തിരികെയാണ്. അല്ല, അത് ബംഗ്ലാദേശിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് തസ്ലീമ നസ്രീനും പറഞ്ഞല്ലോ, ഇത്രയും നന്ദി കെട്ട ഒരു ജനത ലോകത്ത് വേണം അല്ലേ? അവരാ വാക്കാണ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വാസ്തവത്തിൽ തല ഉയർത്തി നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ആ പ്രൗഢി കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. അവരത് കളഞ്ഞില്ലേ? ആർക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും ഒക്കെ പ്രസംഗിക്കാം. പക്ഷേ ഇവർക്ക് മറ്റൊരു വലിയ അവസരം അതിനകത്തുണ്ട്. അവരുടെ അമ്മുമ്മയാണ് പ്രധാനമന്ത്രി ആയിരുന്നത് അന്ന്. അവരുടെ നിശ്ചയദാർഢ്യമാണ് ഈ യുദ്ധം ജയിക്കാനും നമ്മൾ ഇത്രയും വലിയൊരു നേട്ടം കൊയ്യാനും കാരണമായത്. അന്ന് അവരെ പിന്നീട് എന്താ പറയേണ്ട, ദുർഗ എന്ന് വാജ്പേയി പോലും വിശേഷിപ്പിച്ചു എന്ന് പല പത്രങ്ങളും അന്ന് എഴുതിയിരുന്നു. ഞാൻ പറയുന്നത്, അങ്ങനെ പാർലമെൻറ്റിൽ വിശേഷിപ്പിച്ചോ ഇല്ലയോ എന്ന് ഇന്നത്തെ പോലെ അറിയാനുള്ള സംവിധാനം അന്നില്ല. അന്ന് പല പത്രങ്ങളിലും വാർത്ത വന്നിരുന്നു, ഇന്ദിരാഗാന്ധിയെ ദുർഗയായി വാജ്പേയി, സാക്ഷാൽ അന്നത്തെ എന്താ പറയേണ്ട പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന BJPയുടെ, അന്ന് BJP അല്ല ജനസംഘമാണ്, അതിലെ ഒരു പ്രധാനപ്പെട്ടയാളാണ് അടൽ ബിഹാരി വാജ്പേയി. വാജ്പേയി വരെ പറഞ്ഞു ഇന്ദിരാഗാന്ധി ദുർഗയാണെന്ന്. ഇതുപോലും തിരിച്ചറിഞ്ഞൂടാത്ത മണ്ട ശിരോമണികൾ ഇങ്ങനെ ഈ എന്താ പറയുക കോമാളി വേഷമാണ് കെട്ടുന്നത്.
അല്ലേ, പാർലമെന്റിൽ വന്ന് കോമാളി വേഷം കെട്ടുകയാണ്. വെറുതെയാണോ കോൺഗ്രസ് പാലസ്തീനികളോടുള്ള ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു? പാലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ ഇന്ത്യ അംഗീകരിച്ചതാണ്. പാലസ്തീനിൽ ജനങ്ങളെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. എന്നാൽ അതേസമയം പാലസ്തീൻ്റെ പേരും പറഞ്ഞ് ഭീകരവാദം, തീവ്രവാദം നടത്തുന്ന ഹമാസിനെ പോലുള്ളവരെ ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കരുത്. ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യ ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. എന്നാൽ അതേസമയം പാലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, എന്തെല്ലാം സഹായം ചെയ്യുന്നു, അവരുമായിട്ട് എന്തെല്ലാം കച്ചവടം ചെയ്യുന്നു, നയതന്ത്ര ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ പാലസ്തീനെതിരല്ല, അതേസമയം ഹമാസിനെതിരാണ്. ഹമാസ് ഭീകര സംഘടനയാണ്. ഇവിടെ ഈ ബംഗ്ലാദേശിലും ഇതുപോലെ. പക്ഷേ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഒരുപാട് പാലസ്തീനികൾ മരിച്ചു വീണിട്ടുണ്ടോ? അല്ല, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പാലസ്തീനിലെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും മരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിനുള്ള ഐക്യദാർഢ്യമായിരിക്കാം. അതിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇന്നലത്തെ ദിവസം അതിന് തിരഞ്ഞെടുത്തത് എന്തിനാണ്? ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ ബംഗ്ലാദേശിൽ വലിയ വിജയം നേടിയ ഇന്ത്യൻ സേനയുടെ മഹത്വം, അല്ലെങ്കിൽ എന്താ പറയണ്ട, ആ ഒരു തലയെടുപ്പ്, അതല്ലേ ഇന്നലെ പ്രിയങ്ക കാണിക്കാൻ. ബംഗ്ലാദേശികളെയും പാലസ്തീനികളെയും ഉപമിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ഒന്നുമല്ല, ഒരു കാരണം ഇസ്ലാമാബാദിൽ നിന്ന് അതിക്രമം നേരിട്ടിട്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. അതും മുസ്ലിമുകൾ തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യവും മുറവിളിയൊക്കെ ഉയർത്തിയത്. പാലസ്തീനികളും മുസ്ലിങ്ങളാണല്ലോ. അല്ല, പാലസ്തീനെ ഇവിടെ ആരാണ് ആക്രമിച്ചത്? പാലസ്തീനെ ആക്രമിച്ച് ആരെങ്കിലും പിടിച്ചു വച്ചിട്ടുണ്ടോ? ഹമാസിനെ എതിർക്കുന്ന കൂട്ടത്തിൽ, ഹമാസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ പാലസ്തീനികളും പെട്ടുപോകുന്നു. ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന, പാലസ്തീൻ്റെ പേരും പറഞ്ഞ് ഒളിച്ചിരിക്കുന്ന ഹമാസ് തീവ്രവാദികളെ ആക്രമിക്കുമ്പോൾ, മിസൈൽ അയക്കുമ്പോൾ, ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കുമ്പോൾ അവിടെ പാലസ്തീനികളും കൊല്ലപ്പെടുന്നു. ഇസ്രായേൽ അതിനു മുമ്പ് പറഞ്ഞല്ലോ പാലസ്തീനികളോട്, നിങ്ങൾ അവിടം വിട്ട് പോകൂ, നിങ്ങൾ അവിടുന്ന് മാറൂ, ഗസ ആക്രമിക്കും, ഞങ്ങൾ ഇവരെ തീർക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞല്ലോ. ഇത് രണ്ടും രണ്ടാണ്. ബംഗ്ലാദേശിനെയും പാലസ്തീനെയും കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. അത് ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും. പ്രിയങ്കയ്ക്ക് അബദ്ധം പറ്റി. രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ എന്തിന് സ്വന്തം പാരമ്പര്യത്തെക്കുറിച്ച് പോലും ബോധമില്ലാത്ത ഒരു സ്ത്രീ പാർലമെൻറ്റിൽ വന്ന് എം പി ആയി പാർലമെൻറ്റിലേക്ക് വന്നു. അവർക്ക് സ്വന്തം അമ്മുമ്മ കൈവരിച്ച നേട്ടം പോലും ഓർക്കാൻ പറ്റുന്നില്ല, അതുപോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ രാഷ്ട്രീയം പോലും അറിഞ്ഞുകൂടാ. ഇവരെയൊക്കെയാണോ നാളെ ഇന്ത്യയുടെ ഭരണം ഏൽപ്പിക്കേണ്ടത്? നമ്മുടെ ഭരണപക്ഷം എന്താണോ ചെയ്യുന്നത്, അധികാരത്തിലിരിക്കുന്ന ഭരണപക്ഷം എന്താണോ ചെയ്യുന്നത്, അതേ രീതിയിലുള്ള, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുകയാണോ പ്രതിപക്ഷം വേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടോ രാജ്യത്തിൻ്റെ നേട്ടത്തിൽ? എന്താണ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു? നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കും എനിക്കും ഒരുപോലെയല്ലേ അഭിമാനം? നമ്മൾ രണ്ടുപേരും, എനിക്ക് അഭിമാനക്കുറവും നിങ്ങൾക്ക് അഭിമാന കൂടുതലുമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിമാനക്കുറവും എനിക്ക് അഭിമാന കൂടുതലുമാണോ? അല്ലല്ലോ. നമ്മളെല്ലാവരും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നല്ലേ പറയുന്നത്. നമ്മൾ ഭാരത പൗരന്മാർ എന്നല്ലേ നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് ഇവർക്കിത് മനസ്സിലാകുന്നില്ല? നിങ്ങൾ നോക്കൂ, ഇത് വളരെ ലളിതമാണ്. ഇവിടെ പാളിപ്പോയ രാഷ്ട്രീയമാണ്. എനിക്ക് തോന്നുന്നില്ല പ്രിയങ്ക ഗാന്ധി അത് ഉപമിച്ചത് തന്നെയാണ്. അവര് ഉദ്ദേശിച്ചത് പാലസ്തീനികളെയും ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളെയും ഒരിക്കലുമല്ല. ഇവിടെ അബദ്ധം പറ്റിപ്പോയി. കാരണം വലിയൊരു ചർച്ചാ വിഷയമായതാണല്ലോ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഒരുപാട് നിരപരാധികളായിട്ടുള്ള പാലസ്തീനികള് മരണപ്പെട്ടു എന്ന് ഒരുപാട് വിമർശനങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇസ്രായേൽ പാലസ്തീൻ വിഷയമൊക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് അതിനെ നമ്മൾ ഇങ്ങനെ കടന്നാക്രമിക്കേണ്ടതിന് തീർച്ചയായിട്ടും കടന്നാക്രമിക്കുക തന്നെ ചെയ്യും. കാരണം അഭിമാനമുള്ള രാജ്യത്തിനോട്, രാഷ്ട്രാഭിമാനമുള്ള ഏത് പൗരനും തീർച്ചയായിട്ടും ഇത് ചൂണ്ടിക്കാണിക്കും, വിമർശിക്കും. അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കണം. നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഈ വിജയ് ദിവസത്തിന് കോൺഗ്രസിലെ ഒരു നേതാക്കളും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അംഗീകരിച്ചില്ലേ? എനിക്കറിയില്ല അംഗീകരിച്ചോ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, സോഷ്യൽ മീഡിയയിൽ അംഗീകരിച്ചോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഒന്നാമത്തെ കാര്യം, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ തലയെടുപ്പോട് കൂടി നിന്ന് ഈ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന രണ്ടുപേരാണ് രാഹുലും പ്രിയങ്കയും. അവരാ അവസരം കളഞ്ഞു. അല്ല, പ്രിയങ്ക ഗാന്ധി എന്താണ് കഴിഞ്ഞ ദിവസം പാലസ്തീന്റെ ബാഗുമായി വന്നതിന് വിജയ് ദിവസത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്ന അർത്ഥം ആരാണ് യഥാർത്ഥത്തിൽ നൽകിയത്? ഇതിനർത്ഥമൊന്നും ആരും നൽകണ്ട. വളരെ ലളിതമായിട്ട് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. അവർ ബംഗ്ലാദേശിൻ്റെ കാര്യം മറന്നുപോയി. അതിന് തെളിവാണ് ഇന്ന് ബംഗ്ലാദേശിൻ്റെ ബാഗും പൊക്കി പിടിച്ചുകൊണ്ട് വന്നത്.
നോക്കൂ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോഴും അവർക്ക് മനസ്സിലായില്ല ഇന്നലത്തെ പ്രത്യേകത, ഡിസംബർ 16 പ്രത്യേകത എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യന് സംസ്കാരവും ചരിത്രബോധവും പാരമ്പര്യത്തെക്കുറിച്ചുള്ള ധാരണയും രാഷ്ട്രത്തെക്കുറിച്ചുള്ള അഭിമാനമൊക്കെ വേണം. അതൊന്നും ഈ കുട്ടികൾക്ക്, ഈ രണ്ടുപേർക്കും ഉള്ളതായിട്ട് അവരുടെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാകുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പാലസ്തീൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. പാലസ്തീനെയും ബംഗ്ലാദേശിനെയും കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. കാരണം പാലസ്തീനിൽ നടക്കുന്നത് ഹമാസിനെതിരായ യുദ്ധമാണ്. അവർ യമൻ ആക്രമിക്കുന്നുണ്ട്. ഞാൻ പാലസ്തീനിലെ നിരപരാധികളെ കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ ഒരു നിലപാട് ഞാനിവിടെ വ്യക്തമാക്കുന്നത്, തീവ്രവാദികളായിട്ടുള്ള ഹമാസോളികളെ കൊന്ന് കൊലവിളിക്കുക തന്നെ വേണം. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ നിരപരാധികളായ പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. തീർച്ചയായിട്ടും അത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ളൂ. നമ്മുടെ രാജ്യം ഔദ്യോഗികമായി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹമാസിനല്ല, അത് പാലസ്തീനിനാണ്. പക്ഷെ ഇവിടെ പ്രിയങ്ക ഗാന്ധി ചെയ്തത് അബദ്ധം പറ്റിപ്പോയി. ഇത് ആരോ ഉപദേശകന്മാരുടെ കുഴപ്പമാണ്. നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലോ ഉപദേശകന്മാർ ഒരുപാട്. എനിക്ക് പക്ഷെ അത് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയങ്ക ഗാന്ധി അത്ര വലിയൊരു പൊട്ടിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പ്രിയങ്ക ഗാന്ധി അവിടെ ഒരു ബാഗ് ഉയർത്തി, അതിനെ പല ആളുകളും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ആ ബാഗ് ഉയർത്തിയതിന്റെ പൊട്ടത്തരമാണ് ഇന്ന് ബംഗ്ലാദേശിന്റെ ബാഗ് കൊണ്ടുവന്ന് കാണിച്ചത്. ഇത് പൊട്ടത്തരാണെന്ന് ആരാണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഈ രാജ്യത്ത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും ഈ കാര്യം. ഇതിന് പ്രത്യേകിച്ചൊരു ആരും പറയേണ്ട കാര്യമില്ല. പാർലമെന്റിൽ ഇന്നലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വളരെ വ്യക്തമായിട്ട് ഇത്രയും പേര് ഭരണപക്ഷത്ത് നിന്ന് വിജയ് ദിവസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രാജ്നാഥ് സിംഗ് അടക്കം പ്രസംഗിച്ചു. ഈ പറയുന്ന എവിടെ പോയി രാഹുലും പ്രിയങ്കയും? ഒരക്ഷരം പറഞ്ഞു കേട്ടില്ലല്ലോ. നമ്മളാരും അറിഞ്ഞില്ല, വാർത്തകളൊന്നും പുറത്തു വന്നില്ല. അത് തന്നെ ഒരു തെളിവല്ലേ? അതിനേക്കാളും വലിയ തെളിവ് വേറെ വേണം. ഇത് ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർ, ഇവരെ ഉപദേശിക്കുന്നവർ ഇത് മനസ്സിലാക്കി ഇവർക്ക് കൃത്യമായ ഉപദേശം കൊടുക്കണം. അവർക്ക് അറിയില്ല. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഈ കാര്യം മനസ്സിലാവും. ഇതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനുമില്ല. എന്തായാലും പ്രിയങ്ക ഗാന്ധിക്ക് ഏത് ബാഗ് കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്. അവരത് കൊണ്ടുവരട്ടെ. അതിനെ പല രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നു.